ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഖുർആൻ ഖുർആൻ പഠനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളിന്ന് അതായത് തജ്വീദിൻ്റെ നിയമങ്ങൾ, ഖുർആൻ ഓതേണ്ട രീതി, അതിൻ്റെ നിയമങ്ങളിൽ മദ് ഏതൊക്കെ ഇനങ്ങളാണ് മദ്, എങ്ങനെയാണ് മദ് ചെയ്യണം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. അതിൽ ഒന്നാമതായി അൽ മദ്ദു ബിസബബി അൽ ഹംസ്, ഹംസ കാരണം വരുന്ന മദ്ദാണ്. നമുക്കറിയാം മദ്ദിന്റെ ഹർഫുകൾ മൂന്നാണ്: അലിഫു, വാവു, യാ, അഥവാ അലിഫ് സുക്കൂൻ, വാവ് സുക്കൂൻ, യാ സുക്കൂൻ. അതായത് ആ, ഈ, ഉ, ബ, ബി, ബു എന്ന് നീട്ടുന്നതാണ് മദ്. അപ്പൊ അത് രണ്ട് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ 2, 4, 6 വരെ നീട്ടണം എന്നുള്ളതാണ്. ഏറ്റവും കൂടിയ മദ്ദുൽ ലാസിം 6 ഇരട്ടി നീട്ടണം എന്നുള്ളതാണ്. ഇപ്പൊ ഒന്നാമതായി നമുക്ക് അൽ മദ്ദു ബി സബബിൽ ഹംസ്, ഹംസ വരുന്നത് കൊണ്ടുള്ള മദ് ഇതാണ്. ഇത് ഒരൊറ്റ വാക്കിലും പിന്നെ 2 വാക്കുകളിലും വരുന്നു. ഒരു വാക്കിൽ വരുന്നത് മുത്തസിൽ വാജിബ്, അൽ മദ്ദുൽ മുത്തസിലുൻ അൽ വാജിബ് എന്ന് പറയും. പിന്നെ രണ്ടാമത് മുൻഫസിൽ എന്ന് പറയും. ഇവിടെ അതായത് ഇദാ അതാ ബഅദ ഹർഫിൽ മദ്ദി ഹർഫുൽ ഹംസ്, മദ്ദിന്റെ ഹർഫിന് ശേഷം ഹംസ വന്നാൽ ഫയമുദ്ദു ബിമിഖ്ദാരി 4 ഔ 5 ഹറക്കാത്ത്, 4 അല്ലെങ്കിൽ 5 ഇരട്ടി എന്ത് ചെയ്യണം? നീട്ടി ഓതണം എന്നുള്ളതാണ് അതിന്റെ നിയമം. ഉദാഹരണം കൊടുത്ത വാക്കുകൾ ശ്രദ്ധിക്കുക: അസ്സമാഇ വത്തറാഇബി സൂഅ ഖുറൂഇൻ സീഅത് ഹനീഅൻ. ഇത് നിർത്തുമ്പോൾ ഹനീഅ, അസ്സമാ എന്നൊക്കെയാണ് ഓതേണ്ടത്. ഇത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഹംസ രണ്ടാമത്തെ വാക്കിലിന്റെ തുടക്കത്തിൽ വന്നാൽ അതാണ് മുൻഫസിലൻ ജായിസൻ എന്ന് പറയുക. وإذا وقعت الهمزة في كلمة ثانية فيسمى منفصلا جائزا ويمد بمقدار 4 أو 5 حركات. ഇതും 4 അല്ലെങ്കിൽ 5 നീട്ടാവുന്നതാണ്, പക്ഷെ ജായിസ് ആണ്. ആദ്യമുള്ളത് വാജിബാണ്. ഇപ്പൊ ഇവിടെ നോക്കുക: മാ അഗ്ന ലാ അഅ്ബുദ് അല്ലദീ അത്അമഹും റബ്ബീ അക്രമൻ ഫഖാലൂ ഇന്നാ ഇത്തഖദൂ അയ്മാനഹും. അപ്പൊ ഈ 2 മദ്ദുകളും ഈ വാക്കുകളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയും പറ്റുമെങ്കിൽ ഇതൊന്ന് എഴുതി അയക്കുകയും ചെയ്യുക ഇൻഷാ അല്ലാഹ്. എന്നതിന് ശേഷം നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകാം. ജസാക്കുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.